മൂന്നാറിലേക്ക് കുടുംബങ്ങൾ ഒന്നിച്ചു നടത്തിയ പെരുന്നാൾ യാത്രയുടെ സന്തോഷം വഴിമാറിയത് തീരാസങ്കടത്തിന്റെ ദുരന്ത വാർത്തയിലേക്ക്. മേൽമുറിയിൽ ഓട്ടോയും ബസ്സും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ദമ്പതികളും മകളും മരണത്തിലേക്ക് യാത്രയായത് ഉല്ലാസയാത്ര കഴിഞ്ഞെത്തി 4 മണിക്കൂറിനകം. പെരുന്നാൾ പിറ്റേന്ന് രാത്രി സാജിദയുടെ നാടായ കുമ്മിണിപ്പറമ്പിൽ നിന്നും അവരുടെ ബന്ധുക്കൾക്കൊപ്പമാണ് കുടുംബം മൂന്നാറിലേക്ക് പോയത്. ഇന്നലെ പരീക്ഷയുണ്ടായിരുന്നതിനാൽ മൂത്ത മകൾ ഫഹ്മിദ വല്യമ്മയ്ക്കൊപ്പം ഒളമതിലിലെ വീട്ടിലായിരുന്നു. മറ്റു 3 മക്കളും ഉണ്ടായിരുന്നു. ബുധനാഴ്ച രാത്രി തിരിച്ച് എത്തേണ്ടതായിരുന്നു എങ്കിലും ഇവർ സഞ്ചരിച്ച വാൻകേടായതിനെ തുടർന്ന് യാത്ര ഏറെ വൈകി. പിന്നീട് മറ്റൊരു വാഹനത്തിൽ ഇന്നലെ രാവിലെ 8:30 സംഘം തിരിച്ചെത്തിയതെന്ന് ബന്ധുകൂടിയായ ജില്ലാ പഞ്ചായത്ത് അംഗം കെ സലീന പറഞ്ഞു. കുമ്മണിപ്പറമ്പിലെ വീട്ടിൽ നിന്നും പ്രാതൽ കഴിച്ച ശേഷമാണ് സ്വന്തം ഓട്ടോയിൽ തന്നെ അഷ്റഫും കുടുംബവും മടങ്ങിയത്. ബന്ധുക്കളായ മറ്റ് 2 കുട്ടികളെ മുസല്യാരങ്ങാടിയിൽ വീട്ടിലാക്കിയ ശേഷമാണ് ഒളമതിൽ എത്തിയത്. ഫിദയുടെ അഡ്മിഷൻ ശരിയാക്കേണ്ടിയിരുന്നതിനാലാണ് വേഗം തിരിച്ചു പോകുന്നത്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾ ഫൈഹയെയും UKG വിദ്യാർത്ഥിയായ മകൻ അഷ്ഹാഖിനെയും വീട്ടിലാക്കി. തുടർന്ന് ഒളമതിലെ അക്ഷയ കേന്ദ്രത്തിൽ നിന്നും അലോട്ട്മെന്റ് സ്ലിപ്പ് പ്രിന്റ് എടുത്ത ശേഷമാണ് അഷ്റഫും സാജിദയും ഫിദയും മലപ്പുറത്തേക്ക് തിരിച്ചത്. ഉല്ലാസയാത്രയുടെയും +1 അഡ്മിഷൻ നേടിയതിന്റെ സന്തോഷമായി തങ്ങളുടെ സ്വന്തം ഓട്ടോയിൽ നടത്തിയ ആ യാത്രയാണ് കണ്ണീരിൽ ഒടുങ്ങിയത്. മുറ്റത്ത് പന്തല് കെട്ടി വീടിനകത്തും പുറത്തും നിറയെ ആളുകൾ. അവരെ കാണാനായി വീടിനകത്ത് നിന്ന് അഷ്ഫഖ് മുൻവാതിലിലേക്ക് ഓടി വന്നു. കാലുപൊക്കി മുന്നോട്ടും പിന്നോട്ടും ആഞ്ഞു. പിന്നാലെ പെട്ടെന്ന് തിരിച്ചോടി വീണ്ടും കളികളിൽ ഏർപ്പെട്ടപ്പോൾ കണ്ടു നിൽക്കുന്നവരുടെ എല്ലാം ഉള്ളൊന്നു പുള്ളി. ഒളമതിലെ അക്രമൽ വീട്ടിലെ ഇളയ മകനായ അഷ്ഫഖിന് അറിയുമായിരുന്നില്ല രാവിലെ തന്നെ വീട്ടിലാക്കി പോയ പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും ഫിദ താത്തായും ഇനി ഒരിക്കലും തന്നെ കളിപ്പിക്കാൻ എത്തില്ലെന്ന്. 4ാം ക്ലാസ്സുകാരി ഫൈഹയും എന്താണ് സംഭവിച്ചതെന്നറിയാതെ കുടുംബക്കാർക്കൊപ്പം ഉണ്ടായിരുന്നു. എന്നാൽ അനിയത്തിയുടെ മരണവിവരം മാത്രം അറിഞ്ഞ ഫഹ്മിദ അകത്ത് തളർന്നു കിടക്കുകയായിരുന്നു. മോങ്ങം അൻമാറുൽ അറബിക് കോളേജിൽ 3ാം വർഷ ബിരുദ വിദ്യാർത്ഥിയായ ഫഹ്മിദ ഇന്നലെ ഉച്ച മുതൽ പരീക്ഷ ഹാളിലായിരുന്നു. 4 വരെയായിരുന്നു പരീക്ഷ. വൈകിട്ട് 3-നാണ് 2 ബന്ധുക്കൾ ഫഹ്മിദയെ കൂട്ടാൻ കോളേജിലെത്തിയത്. സഹോദരി അപകടത്തിൽപ്പെട്ടെന്ന് മാത്രം പറഞ്ഞാണ് പരീക്ഷ ഹാളിൽ നിന്നും വീട്ടിലെത്തിച്ചത്. ഗൾഫിലായിരുന്ന അഷ്റഫ് 4 വർഷങ്ങൾക്ക് മുൻപ് പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിൽ തിരിച്ചെത്തിയത് രോഗാവസ്ഥയിലായ പിതാവിന്റെ ചികിത്സയ്ക്കും ശുശ്രൂഷയ്ക്കും വേണ്ടിയാണ്. പിതാവ് ഗുലാം മൊയ്തീൻ ഹാജി 2 വർഷം മുൻപാണ് മരിച്ചത്. നാട്ടിലെത്തിയ ശേഷം പ്ലംബിംഗ്, വയറിംഗ് ജോലികളുമായി മുന്നോട്ടു പോകുകയായിരുന്നു. തറവാട് വീടിനോട് അടുത്ത് തന്നെ കുറച്ചു വർഷം മുൻപ് അഷ്റഫ് പണിത പുതിയ വീട്ടിലാണ് താമസം. പിതാവ് മരിച്ച ശേഷം ഉമ്മ ഫാത്തിമ കുട്ടിയും അഷ്റഫിനോടൊപ്പമാണ്. ജോലിക്കാവശ്യമായ സാമഗ്രികൾ കൊണ്ടുപോകുന്നതിനും കുടുംബത്തിന്റെ യാത്രകൾക്കും വേണ്ടിയാണ് അഷ്റഫ് സ്വകാര്യ ഓട്ടോ വാങ്ങിയത്. മകളെ +1 ചേർക്കാൻ സ്കൂളിലേക്ക് പോകുന്നതിനിടയിലാണ് ഈ അപകടം നടന്നത് എന്നത് ഏവരെയും വേദനാജനകമാക്കുന്നു. ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് KSRTC ബസിന്റെ ഭാഗത്ത് യാതൊരു തെറ്റും ഉണ്ടായിരുന്നില്ല. റോങ് സൈഡിൽ എത്തിയ ഓട്ടോ ഇടിച്ചു കയറുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ചോദ്യങ്ങളും ഉയർന്നിരുന്നു. ഇവർ മനഃപൂർവ്വം കൊണ്ട് ഇടിച്ചു കയറ്റിയതാണോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നു. എങ്കിലും ഇവരുടെ കുടുംബ സാഹചര്യങ്ങളും അതുപോലെ തന്നെ കുടുംബത്തോടുള്ള സ്നേഹവും ഒക്കെ വെച്ച് മറ്റു മക്കൾ ഉള്ളതിനാലും ഇത്തരത്തിലൊരു പ്രവൃത്തി ഇവർ ചെയ്യാൻ സാധ്യതയില്ല എന്നാണ് നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും എല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നത്.